സ്മാർട്ട് ഫോണുകൾ കൂടുതലായി പ്രചാരത്തിലെത്തിയത് 2010-കളോടെയാണ്. ഇതിനു മുമ്പും പല ആളുകൾ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അധികം ജനപ്രിയമായിരുന്നില്ല. പിന്നീടാണ് സ്മാർട്ട് ഫോണുകൾ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായത്. ഈ അടുത്ത കാലത്ത് ലോക്ക്ഡൌൺ പീരീഡിലാണ് പ്രായമായവർക്കിടയിലടക്കം സ്മാർട്ട് ഫോണുകൾ കടന്നു ചെന്നത്. ധാരാളം വർഷമായി സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർ ഒരിക്കലെങ്കിലും നേരിട്ടിട്ടുള്ള പ്രശ്നമാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫോണിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത്. പ്രധാനമായും ഡിസ്പ്ലേ, മദർബോർഡ് പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം സംഭവിക്കുന്നത്. ഇത്തരത്തിൽ സംഭവിച്ചാൽ പിന്നീട് ഫോണുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. സർവീസ് സെന്ററിൽ നൽകിയാലും ചില കേടുപാടുകൾ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ. ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് മൂലം കേടുപാടുകൾ സംഭവിച്ചാൽ പലരും ഈ ഫോൺ പിന്നീട് ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ്. പലരുടെയും വിചാരം വാറന്റി പീരിയഡിൽ മാത്രമേ ഇത്തരത്തിലുള്ള കേടുപാടുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കൂ എന്നാണ്. എന്നാൽ അതല്ല സത്യം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലമാണ് നിങ്ങളുടെ ഫോൺ പ്രവർത്തനരഹിതമായത് എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഫോൺ നിർമ്മാതാക്കളുടെ പക്കൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത് വാറന്റി പീരിയഡോ ഗ്യാരണ്ടി പീരിയഡോ ഒന്നും ബാധകമല്ല. കൺസ്യൂമർ കോടതി വഴിയായിരിക്കും ഇത്തരത്തിൽ നമുക്ക് നഷ്ടപരിഹാരം നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു സംഭവം അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അശ്വഘോഷ് സൈൻഡവ് എന്ന 20-കാരനാണ് പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷവോമിയുടെ പക്കൽ നിന്ന് നഷ്ടപരിഹാരം നേടിയെടുത്തത്. ഇയാൾ ഉപയോഗിച്ചിരുന്ന റെഡ്മി നോട്ട് 10 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം പ്രവർത്തനം നിലച്ചുപോയിരുന്നു. തുടർന്ന് ഇദ്ദേഹം സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ടുവെങ്കിലും വാറന്റി പീരീഡ് കഴിഞ്ഞതിനാൽ സൗജന്യമായി നന്നാക്കാൻ സാധിക്കില്ല എന്ന മറുപടിയായിരുന്നു ലഭിച്ചത്. ഇതിനെ തുടർന്ന് ഇദ്ദേഹം കൺസ്യൂമർ കോടതിയെ സമീപിച്ചു. എന്നാൽ കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട ഷവോമിയുടെ ഭാഗത്തു നിന്ന് ആരും എത്തിയിരുന്നില്ല. 3 തവണ കേസ് വിളിച്ചെങ്കിലും ഒരിക്കൽ പോലും ഷവോമിയുടെ അധികൃതർ അവിടെ ഹാജരായിരുന്നില്ല. അതേ തുടർന്ന് അശ്വഘോഷിന് നഷ്ടപരിഹാരം നൽകാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ഫോണിന്റെ വിലയായ 12,700 രൂപയും നഷ്ടപരിഹാര തുകയായി 20,000 രൂപയും കോടതി ചെലവായി 2,500 രൂപയും നൽകണം എന്നായിരുന്നു കോടതിയുടെ വിധി. അതായത് ആകെ 36,843 രൂപ. എന്നാൽ ഈ തുക നൽകാൻ ഷവോമി അധികൃതർ തയ്യാറായില്ല. ഇതിനുശേഷം അശ്വഘോഷ് എക്സിക്യൂഷൻ അപേക്ഷ ഫയൽ ചെയ്യുകയായിരുന്നു. ഇതിനെ തുടർന്ന് കോടതി വിളിച്ച ആദ്യ കേസിലും ഷവോമിയിൽ നിന്ന് ആരും ഹാജരായില്ല. രണ്ടാമത്തെ ഹിയറിംഗിലാണ് ഇവർ ഹാജരായത് പോലും. ശേഷം കോടതിയുടെ ഉത്തരവനുസരിച്ച് ഷവോമി അധികൃതർ അശ്വഘോഷിന് 36,843 രൂപയും കൈമാറുകയായിരുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ പണം നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായതിനാലാണ് കമ്പനിക്കെതിരെ കോടതിയെ സമീപിച്ചത് എന്ന് അശ്വഘോഷ് പിന്നീട് പറഞ്ഞു. തിരുവനന്തപുരം പേരൂർക്കട NCC നഗര ജേർണലിസ്റ്റ് നിവാസിയും ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥിയുമായിരുന്നു അശ്വഘോഷ്. അതേസമയം ഇത്തരത്തിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം നിരവധി ഫോണുകൾക്ക് കേടുപാടുകൾ പറ്റുന്നതായി പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. വാറന്റി പീരീഡ് കഴിഞ്ഞതിനാൽ പലരും പിന്നീട് ഫോൺ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ അല്പമൊന്നും മെനക്കെടാൻ തയ്യാറായാൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഫോണിന്റെ ഇരട്ടിയോളം രൂപ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി മുതൽ ഉപയോക്താക്കൾക്ക് ധൈര്യമായി തന്നെ നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ OnePlus ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ പച്ചവരകൾ തെളിയുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇവർക്ക് കമ്പനി നേരിട്ട് തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്.